ഏവർക്കും മെഡ്പാത്ത് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഹോസ്പിറ്റലിലായാലും ക്ലിനിക്സിലായാലും കോമൺ ആയിട്ട് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് ടൂണിക്വറ്റ്. ടൂണിക്വറ്റിന് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഹാവ് എ ലുക്ക് ഓൺ ഡൂസ്. വെനി പഞ്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സൈറ്റിന്റെ 3 to 4 ഇഞ്ചസ് എബോവ് ആയിട്ട് വേണം നമ്മൾ ടൂണിക്വറ്റ് അപ്ലൈ ചെയ്യാനായിട്ട്. അതായത് 2 to 3 ഫിംഗേഴ്സ് എബോവ്. ഫ്ലാറ്റ് ആൻഡ് വൈഡ് ആയിട്ടുള്ള ടൂണിക്കേറ്റ് ആണ് യൂസ് ചെയ്യാനായിട്ട്. മുന്നത്തെ കാലങ്ങളിൽ ട്യൂബുലാർ ആയിട്ടുള്ള സിലിണ്ടറിക്കൽ ട്യൂബുലാർ ആയിട്ടുള്ള ടൂണിക്കേറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. റോപ്പ് മോഡൽ ടൂണിക്കേറ്റ്സ് യൂസ് ചെയ്തിരുന്നു. പക്ഷെ അത് പേഷ്യൻസിന് ഒത്തിരി പെയിൻഫുള്ളും ബ്രൂയിസിങ് ഉണ്ടാക്കാനും ഈസി ആയിട്ട് ബ്രൂയിസിങ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ടൂണിക്കേറ്റ്സ് ആണത്. സോ നൗഡേയ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് ആൻഡ് വൈഡ് ആയിട്ടുള്ള ടൂണിക്കേറ്റ്സ് ആണ്, വിച്ച് ഈസ് മോർ കംഫർട്ടബിൾ ഫോർ ദ പേഷ്യൻസ്. ടൂണിക്കേറ്റ് അപ്ലൈ ചെയ്ത് 1 മിനിറ്റിൽ കൂടുതൽ വെക്കാൻ പാടില്ല. 1 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ ടൂണിക്കേറ്റ് റിലീസ് ചെയ്യണം. കാരണം പേഷ്യൻസിന്റെ ബ്ലഡ് സപ്ലൈ കട്ടാകും. അത് മാത്രമല്ല, നമ്മൾ ബ്ലഡ് കളക്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അതിൽ ഇലക്ട്രോലൈറ്റ്സ് വിടുന്നു, പൊട്ടാസ്യം ഒക്കെ നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം കൂടുതലായിട്ട് കാണിക്കും, ഹൈപ്പർ കലീമിയ കാണിക്കും. അതൊരു ഫോൾസ് റീഡിംഗ് ആണ്. അത് നമ്മൾ ടൂണിക്കേറ്റ് 1 മിനിറ്റിൽ കൂടുതൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് വരുന്ന റീഡിംഗ് ആണ്. സോ നമ്മൾ ഒരിക്കലും ടൂണിക്കേറ്റ് എബോവ് 1 മിനിറ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല. ടൂണിക്കേറ്റ് ഒത്തിരി ടൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല. അത് ആർട്ടീരിയൽ ബ്ലഡ് ഫ്ലോനെ അഫക്റ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഓക്സിജൻ സപ്ലൈയും നമ്മളുടെ ന്യൂട്രീഷണൽ സപ്ലൈ ഒക്കെ ബ്ലോക്ക് ആകും. ബ്രൂയിസിങ്ങും ഹൈപ്പോക്സിയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഒരിക്കലും ടൂണിക്കേറ്റ് ടു ടൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ വെനി പഞ്ചർ ചെയ്ത് കഴിഞ്ഞ് നീഡിൽ റിമൂവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ടൂണിക്കേറ്റ് റിലീസ് ചെയ്യണം. അത് ബ്ലീഡിങ്ങും പേഷ്യന്റിന്റെ ഡിസ്കംഫർട്ടും കുറയ്ക്കാനായിട്ട് സഹായിക്കും. നൗഡേയ്സ് സിംഗിൾ യൂസ് ടൂണിക്കേറ്റ്സ് അവൈലബിൾ ആണ് നമുക്ക്. സോ സിംഗിൾ യൂസ് ടൂണിക്കേറ്റ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ ഇൻഫെക്ഷൻ റിസ്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കും. നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. നെക്സ്റ്റ് ഈസ് ഡോൺസ്. വെനി പഞ്ചർ സൈറ്റിന്റെ ഒത്തിരി ക്ലോസർ ആയിട്ട് ടൂണിക്കേറ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല. അത് വെയിൻ കൊളാപ്സ് ഉണ്ടാക്കും. മുന്നേ പറഞ്ഞതുപോലെ തന്നെ ടൂണിക്കേറ്റ് അപ്ലൈ ചെയ്ത് 1 മിനിറ്റിൽ കൂടുതൽ വെക്കാൻ പാടില്ല. 1 മിനിറ്റ് ആകുമ്പോഴേക്കും ടൂണിക്കേറ്റ് റിലീസ് ചെയ്യണം. ഒത്തിരി ഡേർട്ടി ആയിട്ടുള്ളതോ ഡാമേജ്ഡ് ആയിട്ടുള്ള ടൂണിക്കേറ്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല. ഡാമേജ്ഡ് ആയിട്ടുള്ള ടൂണിക്കേറ്റ്സ് യൂസ് ചെയ്താൽ പേഷ്യൻസിന് ഇഞ്ചുറി വരാം. ഡേർട്ടി ആയിട്ടുള്ള ടൂണിക്കേറ്റ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ പേഷ്യൻസിന് ഇൻഫെക്ഷൻ റിസ്ക് ഉണ്ടാക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡിസ്പോസിബിൾ അല്ലെങ്കിൽ സിംഗിൾ യൂസ് ടൂണിക്കേറ്റ്സ്. പേഷ്യന്റിന് എന്തെങ്കിലും വൂണ്ട് ഉണ്ടെങ്കിലോ റാഷസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ജോയിന്റ്സിന് മുകളിലോ ടൂണിക്കേറ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല. ടൂണിക്കേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ പേഷ്യന്റ് കംഫർട്ട് എപ്പോഴും മോണിറ്റർ ചെയ്യണം. ബിക്കോസ് അത് ഒത്തിരി ടൈറ്റ് ആകുവാണെങ്കിൽ പേഷ്യൻസിന് പെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, നംനെസ് ഫീൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ പേഷ്യന്റിനോട് നമ്മൾ വെർബലൈസ് ചെയ്യുക, നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, അതുപോലെ തന്നെ ഇത്രയും ടൈറ്റ് ആക്കിയാൽ ഓക്കെ ആണോ എന്നുള്ളതെല്ലാം പേഷ്യന്റിനോട് ചോദിക്കുക. പേഷ്യൻസിന് കംഫർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നഴ്സിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ഓൺലൈൻ കോച്ചിങ്ങിനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.